കുട്ടികളെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ് കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. ഒന്നും കൂടി നമുക്ക് കവിത വായിക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ് കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. എന്താണ് ഈ വരികളിൽ പറയുന്നത്? മഴ നന്നായി പെയ്യുകയാണ്. മഴ പെയ്യുമ്പോൾ പുഴകളിലും തോടുകളിലും വെള്ളം നിറയും. മഴയിൽ ചില കുട്ടികൾ കുടയില്ലാതെ നിൽക്കുകയോ കളിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് അവർ മഴയിൽ മുഴുവൻ നനയുന്നു. അതാണ് കുടയില്ലാത്ത കുട്ടിയോൾ എന്ന് പാട്ടിൽ പറയുന്നത്. ഇനി അടുത്ത വരി നോക്കാം. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് വീഴുമ്പോൾ മണ്ണും ചുറ്റുപാടും തണുക്കും. അപ്പോൾ പുതപ്പില്ലാത്ത കുട്ടികൾക്ക് വളരെ തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് പുതപ്പില്ലാത്ത കുട്ടിയോൾ എന്ന് പാട്ടിൽ പറയുന്നത്. കാലിന് പിടിച്ചാൽ തോളിൽ കയറും ആരാണ് കുട? കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. പഠനനേട്ടം. മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തിവെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ, മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ, മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചുപിടിക്കുക. എന്ത് സംഭവിക്കും? പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. വശത്തെ സുഷിരം വിരൽ കൊണ്ട് അടച്ചുവെച്ചാൽ വെള്ളം താഴെയുള്ള സുഷിരങ്ങളിലൂടെ മഴ പോലെ വീഴും. വശത്തെ സുഷിരത്തിൽ നിന്ന് വിരൽ മാറ്റുമ്പോൾ വായു അകത്ത് കയറുന്നതിനാൽ വെള്ളം വേഗത്തിൽ പുറത്തേക്കൊഴുകും. ഞാൻ കണ്ടത്. വശത്തെ സുഷിരം വിരൽ കൊണ്ട് അടച്ചുവെച്ചാൽ വെള്ളം താഴെയുള്ള സുഷിരങ്ങളിലൂടെ മഴ പോലെ വീഴും. വശത്തെ സുഷിരത്തിൽ നിന്ന് വിരൽ മാറ്റുമ്പോൾ വായു അകത്ത് കയറുന്നതിനാൽ വെള്ളം വേഗത്തിൽ പുറത്തേക്കൊഴുകും. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം? ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, ചെറിയ ആണി ഓർ സൂചി സുഷിരമുണ്ടാക്കാൻ, ബക്കറ്റ് പാത്രം. ഹലോ കുട്ടികളെ, ഇന്നൊരു ചെറിയ മഴത്തുള്ളി നമ്മളോട് തന്റെ കഥ പറയുകയാണ്. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. മഴത്തുള്ളി പറയുന്നു, ഞാൻ ആദ്യം കടലിലായിരുന്നു. അവിടെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷമായി കളിക്കുകയായിരുന്നു. കൂടെ കളിക്കാൻ ധാരാളം പേർ. അതെ, മഴത്തുള്ളിക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും വെള്ളത്തുള്ളികളായിരുന്നു. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സൂര്യൻ നല്ല ചൂടായി. കടലിലെ വെള്ളം ചൂടാകാൻ തുടങ്ങി. ഞാൻ അല്ലാതായി മാറുന്നോ? മഴത്തുള്ളി അതിശയിച്ചു. അയ്യോ, എനിക്കെന്തോ മാറ്റം വരുന്നു. സൂര്യന്റെ ചൂട് കാരണം മഴത്തുള്ളി നീരാവിയായി മാറി. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. നീരാവിയായ മഴത്തുള്ളിയും കൂട്ടുകാരും പതുക്കെ ആകാശത്തിലേക്കുയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ആകാശത്തെത്തിയ ശേഷം എല്ലാവരും ചേർന്ന് വലിയ മേഘമായി മാറി. പെട്ടെന്ന് ഇടിമുഴക്കം കേട്ടു. മഴത്തുള്ളികൾക്ക് ചെറിയ പേടി തോന്നി. കാറ്റ് ആഞ്ഞു വീശി. വലിയ കാറ്റ് വീശി. മേഘങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും നീങ്ങി. തണുപ്പ് കൂടിക്കൂടി വന്നു. ആകാശത്ത് നല്ല തണുപ്പായി. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി. മഴയായി. ഞങ്ങൾ താഴേക്കെത്തി. തണുത്തപ്പോൾ ഞങ്ങൾ വീണ്ടും ചെറിയ വെള്ളത്തുള്ളികളായി മാറി. പിന്നീട് മഴയായി ഭൂമിയിലേക്ക് പെയ്തു. ഒഴുകിയൊഴുകി. ചാലുകളായി. മഴവെള്ളം ചെറിയ ചാലുകളിലൂടെ ഒഴുകി. തോട് നിറഞ്ഞു. ആ വെള്ളം തോടുകളിലെത്തി. തോടുകൾ നിറഞ്ഞു. പുഴ നിറഞ്ഞു. പിന്നീട് പുഴയും നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അവസാനം ഞങ്ങൾ വീണ്ടും കടലിലെത്തി. ഇങ്ങനെ കടലിൽ നിന്ന് ആകാശത്തേക്കും ആകാശത്തുനിന്ന് മഴയായും വീണ്ടും കടലിലേക്കും പോകുന്ന യാത്രയെയാണ് ജലചക്രമെന്ന് പറയുന്നത്. ശരി കുട്ടികളെ, ഇനി എല്ലാവരും ഒരുമിച്ച് പറയാം. കടൽ, മേഘം, മഴ, പുഴ, വീണ്ടും കടൽ. വളരെ നന്നായി. ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന്? കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം കണ്ടെത്താം. 1. കടലിൽ കളിച്ചത് ആരാണ്? ഉത്തരം, കടലിൽ മഴത്തുള്ളികളും അതിന്റെ കൂട്ടുകാരും കളിക്കുകയായിരുന്നു. 2. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? ഉത്തരം, സൂര്യന്റെ ചൂട് കാരണം വെള്ളത്തുള്ളികൾ നീരാവിയായി ആകാശത്തേക്ക് ഉയർന്ന് മേഘങ്ങളിൽ ഒളിച്ചു. 3. വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന്? ഉത്തരം, ഇടിമുഴക്കം കേട്ടതുകൊണ്ട് വെള്ളത്തുള്ളികൾ പേടിച്ചു. 4. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം,
കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ മേഘങ്ങൾ തണുത്തു. വെള്ളത്തുള്ളികൾ മഴയായി ഭൂമിയിലേക്ക് പെയ്തു.